Hey guys, we back with നയൻതാരാസ് അന്നപൂർണി. ഓക്കെ, അപ്പോൾ ഈ മൂവി ഉണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തേക്കണത്. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ ഒരു എന്താ പറയുക, ഐക്കോണിക് മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആയിരുന്നു ഈ പടത്തിലുണ്ടല്ലോ. എനിക്ക് ഉപയോഗിച്ച കളർ സെൻസ്, കളർ ടോൺസ്, അല്ലെങ്കിൽ ആ ഒരു സിനിമാറ്റോഗ്രഫി എല്ലാം അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഒരു ക്ലാസിക് സാധനം അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മൂഡി സാധനം, ക്ലാസിക് സാധനം അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രെയിംസിലെല്ലാത്തിലും ഓവറോൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഓവറോൾ ഒരു ഗുഡ് സബ്ജക്റ്റ്. ആ ഒരു നല്ല സബ്ജക്റ്റ് ആയിരുന്നു. പടം നല്ല സബ്ജക്റ്റാണ്, നല്ല സബ്ജക്റ്റ്, ഫസ്റ്റ് ക്ലാസ് ഡയറക്ഷൻ. ഒരു ഫസ്റ്റ് ഹാഫ് സൂപ്പറാവും. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ ഈ പടം എങ്ങനെയും കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കണം എന്നുള്ളതുകൊണ്ട് ആ പടത്തിനൊരു എന്താ പറയുക, ഒരു ഒരു ടിപ്പിക്കൽ പ്ലേസ്മെന്റിലേക്ക് കൊണ്ട് അങ്ങോട്ട് ഇറക്കി കളഞ്ഞു. അത് ഇറക്കി കളഞ്ഞ് ഭയങ്കര ഒരു വീക്കാക്കി കളഞ്ഞു. അത്രയും നല്ലൊരു എലിവേറ്റ് ചെയ്ത് നല്ല നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പടത്തിനെ ഒരു വീക്ക് സോണിലേക്ക്, ഒരു വീക്ക് പാറ്റേണിലാക്കി കളഞ്ഞു ആ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ബാക്കി ഓവറോൾ ബാക്കി എല്ലാ പെർഫോമൻസും അടിപൊളിയാണ്, ബാക്കി എല്ലാം അടിപൊളിയാണ്, ബാക്കി ഓവറോൾ ഗുഡ് മൂവിയാണ്. രാജാറാണി സിനിമ നിങ്ങൾ കണ്ടാണ്, അതിനകത്തൊരു കോംബോ ഉണ്ട്. ആ കോംബോ അവരത് അങ്ങനെ തന്നെ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 മെൻ കോംബോസ്, അത് ആബ്സലൂട്ട്ലി വർക്കിംഗ് ആയിട്ടുണ്ട്. ആ കോംബോ അങ്ങനെ തന്നെ എടുത്തിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയും ഡയറക്ടറിന് കുറച്ച് ലോഡ് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഒരു നയൻതാരയുടെ ക്യൂട്ട്നെസ്സും ആ ഒരു എന്താ പറയാ, ഒരു ഒരു കഴിവുള്ളവർ അഭിനയിക്കുമ്പോൾ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ഒരു ഫീൽ ഗുഡ് ഉണ്ടല്ലോ, അത് ഈ പടത്തിലുണ്ട്, ഒക്കെ ഉണ്ട്. ആകെ ഉള്ള ഒരു ഒറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേക്കണത് ഒരു വീക്ക് സോണിലാണ്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല മൂവിയാണ്, ബാക്കിയെല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഓക്കെ, ഡു വാച്ച് ഇറ്റ് ഓൺ നെറ്റ്ഫ്ലിക്സ് ആൻഡ് കമന്റ് ബിലോ.